മലയാളികൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ സഹായത്തിനു വേണ്ടി മലയാളികൾ ഒന്നടങ്കം ഒരുമിച്ച് രംഗത്തെത്തുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. റഹീം എന്ന് പറയുന്ന കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ഒരാൾ വധശിക്ഷ കാത്ത് കഴിയുന്ന സമയത്ത് പോലും ആ ഒരു സംഭവം, അതായത് ഏകദേശം 34 കോടിയോളം രൂപ മലയാളികൾ 1-2 ദിവസം കൊണ്ട് സ്വരൂപിച്ച് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിയത് നമ്മൾ കണ്ടതാണ്. അതേപോലെ ഇപ്പോൾ മറ്റൊരു മലയാളിക്ക് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പറയാനുള്ളത്. അതായത് അപകടത്തിൽ സൗദി പൗരൻ മരിച്ചതിനെ തുടർന്ന് 6 വർഷത്തോളമായി നാട്ടിലേക്ക് വരാൻ കഴിയാതെ സൗദിയിൽ കുടുങ്ങിക്കിടക്കുന്ന പടനിലം സ്വദേശിയായിട്ടുള്ള കണ്ണങ്കോട്ടുമ്പൽ ഷാജുവിനെ സഹായിക്കാൻ വേണ്ടി, രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നാട്ടുകാർ ഒന്നടങ്കം തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഭാര്യയും 2 പെൺകുട്ടികളും അടങ്ങുന്ന കുടുംബം നിലം പൊത്താറായിട്ടുള്ള കൂരയിൽ കഴിയുന്ന സാഹചര്യമാണ്. 6 വർഷത്തോളമായിട്ട് ഇദ്ദേഹം തിരികെ നാട്ടിലേക്ക് വരാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിനെ എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികളൊക്കെ നാട്ടുകാർ ആരംഭിച്ചത് എന്നാണ് വിവരം. 2019 ഓഗസ്റ്റിലാണ് ഷാജു സൗദിയിലെ റിയാദിലേക്ക് പോകുന്നത്. നവംബർ 30-ന് ഷാജു ഓടിച്ച വാഹനം അപകടത്തിൽപ്പെടുകയും അതിലുണ്ടായിരുന്ന സൗദി പൗരൻ മരിക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് അദ്ദേഹം ജയിലിലാകുന്നത്. കേരളത്തിലെ എംപിമാരുടെയും ഇന്ത്യൻ എംബസിയുടെയും ഇടപെടലിനെ തുടർന്ന് 6 മാസത്തിന് ശേഷം ജയിൽ മോചിതനായി അദ്ദേഹം രക്ഷപ്പെട്ടുവെങ്കിലും അദ്ദേഹത്തിന് നഷ്ടപരിഹാരമായിട്ട് 70 ലക്ഷത്തോളം രൂപ അടയ്ക്കണമെന്നുള്ളൊരു വിധി ഉണ്ടായിരുന്നു. ആ വിധി വന്നുവെങ്കിലും 70 ലക്ഷത്തോളം അടയ്ക്കാൻ കഴിയാതെ വന്നതോടെ അദ്ദേഹം നാട്ടിലേക്ക് വരാൻ പറ്റാതെ 6 വർഷത്തോളമായിട്ട് പ്രവാസ ലോകത്ത് കുടുങ്ങിക്കിടക്കുകയാണ്. ജോലി ചെയ്ത കമ്പനി 35 ലക്ഷം രൂപ അടച്ചുവെങ്കിലും ബാക്കി 35 ലക്ഷം രൂപ ഷാജുവിനോട് അടയ്ക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ തുക അടച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് നാട്ടിലേക്ക് വരാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു തുക കണ്ടെത്താൻ അദ്ദേഹത്തിന് കൊണ്ട് സാധിക്കില്ല. നിർധന കുടുംബങ്ങൾക്ക് ഈ തുക സ്വരൂപിക്കാൻ ശേഷിയില്ലാതെ വന്നതോടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ഒരു ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ തുക കണ്ടെത്താനുള്ള ശ്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് വിവരം. പടനിലം ഉപ്പഞ്ചേരിമൽ സുരക്ഷിതമല്ലാത്ത ഷീറ്റ് കൊണ്ട് മറച്ച വീട്ടിലാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ ഭാര്യ ബിനിയും 2 കുട്ടികളും അടങ്ങുന്ന കുടുംബം കഴിഞ്ഞു വരുന്നതെന്നാണ് മുൻ MLA ആയിട്ടുള്ള UC രാമന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയൊക്കെ വ്യക്തമാക്കുന്നത്. എന്തായാലും മുൻ MLA ആയിട്ടുള്ള UC രാമന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചിരിക്കുന്ന ഒരു കമ്മിറ്റി കേരള ഗ്രാമീൺ ബാങ്ക് കുന്നമംഗലം ബ്രാഞ്ചിൽ ഒരു അക്കൗണ്ട് ഇദ്ദേഹത്തിന് വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും തിരികെ നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ, അതിനുവേണ്ടിയുള്ള 35 ലക്ഷം രൂപ കണ്ടെത്തുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. അതേസമയം ഡ്രൈവറായിരുന്ന ഷാജു 2019 ഓഗസ്റ്റിലാണ് ജോലിക്കായിട്ട് സൗദിയിലേക്ക് പോകുന്നത്. 2019 നവംബർ 30-ന് വൈകിട്ട് 6 മണിക്ക് ഷാജു ഓടിച്ച വണ്ടിയുടെ പിറകിൽ സൗദി പൗരന്റെ കാർ വന്നിടിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് സൗദി പൗരൻ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. കേസിലകപ്പെട്ട ഷാജു ഒരു മാസം 6 ദിവസം ജയിൽ ശിക്ഷ അനുഭവിച്ചു. 70 ലക്ഷം രൂപ അടച്ചാലേ ജയിലിൽ മോചിതനാകാൻ സാധിക്കൂ എന്നുള്ള വിധി വന്നു. ഇതിൽ 35 ലക്ഷം രൂപ ഷാജു ജോലി ചെയ്തിരുന്ന കമ്പനി അടച്ചു. ഇതേ ശേഷം വിദേശ മന്ത്രാലയത്തിന്റെയും ഇന്ത്യൻ എംബസിയുടെയും കേരള MPമാരുടെയും ശ്രമഫലമായി 2020 ജനുവരി 6-ന് ഷാജു പുറത്തിറങ്ങുകയും ചെയ്തു. പക്ഷേ ഷാജുവിന് ബാക്കി 35 ലക്ഷം രൂപ കൂടെ കണ്ടെത്തേണ്ടതുണ്ട്. ഇത് കണ്ടെത്തിയാൽ മാത്രമേ അദ്ദേഹത്തിന് നാട്ടിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്നുള്ള സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ജയിൽ മോചിതനാണെങ്കിലും ജയിലിൽ സമാനമായിട്ടുള്ള ജീവിതം തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശമ്പളം പോലും കിട്ടാത്തൊരവസ്ഥയാണ്. ഭീമമായ തുക നൽകാൻ നിർധനരായ കുടുംബത്തിനും സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. പടനിലം ഉപ്പഞ്ചേരിമൽ ഷീറ്റ് കൊണ്ട് മറിച്ച ഒരു കുടിലിൽ 2 ചെറിയ പെൺകുട്ടികൾ അടങ്ങുന്ന ഷാജുവിന്റെ കുടുംബം കഴിയുമ്പോൾ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും തിരികെ നാട്ടിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് അവിടെയുള്ള രക്ഷാപ്രവർത്തനമൊക്കെ നടത്തുന്നത്. അതേസമയം കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള റഹീമിന്റെ മോചനം ഇനിയും വൈകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ വിധി, അതായത് 34 കോടിയോളം രൂപ കണ്ടെത്തിയിരുന്നുവെങ്കിലും അദ്ദേഹത്തെ തിരികെ നാട്ടിലേക്ക് എത്തിക്കണമെങ്കിൽ ഒരു പ്രശ്നമെന്ന് പറയുന്നത് അവിടുത്തെ കോടതിയിൽ ഉണ്ടാകുന്ന തീരുമാനമാണ്. പക്ഷെ ആ ഒരു കോടതി തീരുമാനം ഇനിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും കോടതിയിൽ കേസ് എത്തിയപ്പോൾ അത് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായതെന്നാണ് റഹീമുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. എന്തായാലും ഇദ്ദേഹത്തിനെ അടക്കം നാട്ടിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെ തുടർന്നുകൊണ്ടിരിക്കും. അതിന് മലയാളികൾ മുന്നിലുണ്ട് എന്നുള്ള ഒരു സന്തോഷം തന്നെയാണ്. ഇവരെ എത്രയും പെട്ടെന്ന് തന്നെ നാട്ടിലെത്തിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഓരോ പ്രവർത്തകരും മുന്നിലോട്ട് പറയുന്നത്.